പ്രൈസ് ദി ലോർഡ്. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലിരുന്നു കൊണ്ട് ഞങ്ങളെ ശ്രവിക്കുന്ന ഏവർക്കും ജീവശബ്ദത്തിലേക്ക് സ്വാഗതം. വീണ്ടൊരു പ്രാവശ്യം കൊണ്ട് ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ ഭവനങ്ങളിൽ എത്തിച്ചേരുവാൻ സർവശക്തനായ കർത്താവ് ഒരുക്കി തന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ നിമിഷങ്ങൾക്കായി നന്ദിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തിയ രൂപാന്തരങ്ങൾക്കായി സ്തോത്രം. കഴിഞ്ഞൊരു വർഷം മുഴുവൻ കർത്താവ് നമ്മെ മടത്തി. 2014 എന്ന വർഷം നമ്മെ വിട്ട് കടന്നു പോവുകയാണ്. കഴിഞ്ഞൊരു വർഷം ക്രിസ്തുവിനെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ കർത്താവ് അളവ് കൂടാതെ തുറന്നു തന്ന കൃപയ്ക്കായി ഞാൻ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ വർഷം നമ്മൾ വിട്ട് കടന്നു പോവുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം ഞാൻ ക്രിസ്തുവിനെ ധ്യാനിച്ചത്, ഏറ്റവും അധികം ഞാൻ ക്രിസ്തുവിനെ പ്രസംഗിച്ചത്, ഏറ്റവും അധികം ക്രിസ്തുവിൽ കൂടെയുള്ള അനുഭവങ്ങൾ അനുഭവിച്ചത്, ക്രിസ്തുവിനെ തുറക്കുന്നവനായി, വഴികൾ തുറക്കുന്നവനായി, വാതിലുകൾ തുറക്കുന്നവനായി, സൗഖ്യമാക്കുന്നവനായി, മാരകമായ രോഗങ്ങളിൽ നിന്ന് വിടുവിക്കുന്നവനായി, അസാധാരണ അത്ഭുതങ്ങൾ ചെയ്യുന്നവനായി, ചിന്തിക്കാത്ത വഴികൾ തുറക്കുന്നവനായി, ക്രിസ്തുവിനെ അറിയുവാൻ, അനുഭവിക്കുവാൻ എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ വർഷം കർത്താവിനെ സഹായിച്ചു. നിങ്ങളുടെ ജീവിതത്തിലും കർത്താവ് നല്ലവനായിരുന്നു എന്ന് അകത്ത് അനുഭവമുള്ളവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നന്ദിയോടെ നമുക്ക് കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കാം. നന്മയല്ലാതെ ഒന്നും പറയാനില്ല. നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് ദൈവത്തിൻ്റെ പൊന്നുമുഖത്തേക്ക് നോക്കാം. പിച്ചുഭാഷ പാടിയൊരു പാട്ടുണ്ട്, പോകയില്ല നാഥ നിന്നെ വിട്ട് ഞാൻ, നിന്റെ കാൽക്കൽ തന്നെ ഞാൻ കിടക്കുമെന്ന് പറഞ്ഞുകൊണ്ടൊരു പാട്ട്, പിച്ചുഭാഷ രോഗക്കിടക്കിൽ വെച്ച് പാടിയൊരു പാട്ട്, പരിചിതമായൊരു പാട്ടുണ്ട്. പോകയില്ല നാഥ നിന്നെ വിട്ടു ഞാൻ, ഈ മരു യാത്രയിൻ ക്ലേശങ്ങളിൽ നിന്റെ കാൽച്ചുവട്ടിൽ തന്നെ ഞാൻ കിടന്നിടും, നിന്നെ നോക്കി എന്നും യാത്ര ചെയ്യും ഞാൻ, പാടും ഞാൻ ആ നവ്യഗാനം, ശോഭയേറും തീരത്തു ഞാൻ പാടുമേ, പാടും ഞാൻ ആ നവ്യഗാനം, ശുദ്ധരോടൊത്തു ഞാൻ പാടുമേ. കഴിഞ്ഞൊരു വർഷക്കാലം മുഴുവൻ കർത്താവ് നമ്മെ മടത്തിയല്ലോ. കർത്താവിൻ്റെ കാൽക്കൽ തന്നെ നമുക്ക് ഇരിക്കാം, കർത്താവിൻ്റെ കാൽക്കൽ തന്നെ നമുക്ക് കിടക്കാം. കർത്താവിനോട് ഒരുമിച്ച്, ശുദ്ധന്മാരോടൊന്നിച്ച്, ദൂതന്മാരോടൊന്നിച്ച് ആ വീണ്ടെടുപ്പിൻ്റെ തീരത്ത്, അല്ലെങ്കിൽ ആ സിയോന്റെ തുറമുഖത്ത് നാം കർത്താവിനോട് നിൽക്കുന്ന ദിവസത്തോട്, വർഷങ്ങളോട് കർത്താവ് ഒരു വർഷത്തെ കൂടെ അടുപ്പിച്ച് ഓർത്ത് നന്ദിയോടെ ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. കർത്താവ് നൽകിയ എല്ലാറ്റിനും ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. പുതുവർഷത്തോടുള്ള ബന്ധത്തിൽ പുതുവർഷാനുഗ്രഹ പ്രാർത്ഥന എന്ന പേരിൽ ഈ വരുന്ന ഡിസംബർ മാസം 31-ാം തീയതി വൈകിട്ട് 8 മണി മുതൽ 12 മണി വരെ തൃശ്ശൂർ നെല്ലിക്കുന്നുള്ള ശ്രീ രവിവർമ്മ മന്ദിര ഓഡിറ്റോറിയത്തിൽ വെച്ച് പുതിയ നിയമ വെളിപ്പാടുള്ള ആരാധനയും അനുഗ്രഹ പ്രാർത്ഥനയും നടത്തപ്പെടുന്നു. പുതുവത്സര ആഘോഷങ്ങളോടുള്ള ബന്ധത്തിൽ ലോകം മുഴുവൻ അതിൻ്റെ ആനന്ദത്തിൽ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ അവർ വെടിക്കെട്ട്, പടക്കം, അങ്ങനെ പല നിലവാരത്തുള്ള രീതികളോടെ പ്രവേശിക്കുമ്പോൾ ദൈവമക്കൾ അവർ പ്രാർത്ഥിച്ച്, ദൈവത്തെ ആരാധിച്ച്, ദൈവത്തിൻ്റെ വചനം, വാക്തത്വ വചനം ധ്യാനിച്ച് അവർ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുന്നവരാണ്. അങ്ങനെ ആർക്കെങ്കിലും ദൈവിക അനുഗ്രഹത്തോടെ, ദൈവസാന്നിധ്യത്തോടെ ദൈവവചനം ധ്യാനിച്ച് പുതുവർഷത്തിലേക്ക് പ്രവേശിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് നിങ്ങളെയും പങ്കെടുക്കുവാൻ ഞങ്ങൾ കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. 31-ാം തീയതി നെല്ലിക്കുന്ന് രവിവർമ്മ മന്ദിരത്തിൽ വെച്ച് അനുഗ്രഹിക്കപ്പെട്ട സംഗമം നടത്തപ്പെടുന്നു. ഏവരെയും ഞങ്ങൾ കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം ഒരു വ്യക്തി ക്രിസ്തുവിൽ എങ്ങനെ തികഞ്ഞവനായിട്ട് വളരുന്നു എന്നിത്യാദി മേഖലകൾ നാം ദൈവാത്മാവിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അതിൽ ഏതൊരു മനുഷ്യനെയും ദൈവം ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി പണിയും എന്ന് നാം കണ്ടു. അതിനുള്ള ബന്ധത്തിൽ ഈ ഭൂമിയെക്കുറിച്ചുള്ള ചില ചിന്തകൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നാം കാണുകയായിരുന്നു. അതിനകത്ത് കർത്താവ് ഈ ഭൂമിയെ, പാടുശൂന്യമായിരുന്ന ഭൂമിയെ കർത്താവ് ആത്മാവിനെ കൊണ്ടുവന്ന് അതിനെ പരിവർത്തിച്ചുകൊണ്ടിരുന്നെന്നും, പിന്നത്തേവിൽ വെളിച്ചമുണ്ടാകട്ടെ ദൈവം കൽപ്പിച്ചപ്പോൾ വെളിച്ചമുണ്ടായെന്നും, പിന്നെ ദൈവം ഈ ഭൂമിയുടെ മേലുള്ള വെള്ളത്തെ 2ആക്കി മാറ്റിയെന്നും, ഇടയിൽ ആകാശമുണ്ടാക്കിയെന്നും, പിന്നത്തേവിൽ ദൈവം വെള്ളത്താൽ മറിയപ്പെട്ട ഭൂമിക്കകത്തു നിന്ന് കരയെയും വെള്ളത്തെയും വേർതിരിച്ചുവെന്നും നാം കാണുവാനിടയായി തീർന്നു. അതിനുള്ള ഒരു വാക്യം കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നു. യിരെമ്യാവിന്റെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം, നിങ്ങൾ എന്നെ ഭയപ്പെടുകയില്ലയോ, എൻ്റെ സന്നിധിയിൽ വിറക്കിയില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്, ഞാൻ കടലിന് കവിഞ്ഞുകൂടാതെ വണ്ണം നിത്യപ്രമാണമായി മണൽ അതിരാക്കി വച്ചിരിക്കുന്നു, തിരകൾ അലച്ചാലും സാധിക്കുകയില്ല, എത്ര തന്നെ ഇരച്ചാലും അതിർ കടക്കയില്ല. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ദൈവം വെള്ളത്തെയും കരയെയും വേർതിരിച്ച് ഭൂമിയെന്നും സമുദ്രമെന്നും ദൈവം പേരിട്ട് വേർതിരിച്ചപ്പോൾ അതിനിടയിൽ വെള്ളം ഭൂമിയുടെ മേൽ, സമുദ്രം ഭൂമിയുടെ മേൽ വീണ്ടും അതിക്രമിച്ച് കടക്കാതിരിക്കണവന് നിത്യപ്രമാണമായി ദൈവം മണലിനെ അതിരാക്കി വച്ചിരിക്കുന്നു.
സ്വത്രം. ജീവന്റെ ആവിർഭാവങ്ങൾ, ദൈവജീവന്റെ വിഭിന്ന പലമാനത്തുള്ള വെളിപ്പാടുകളും ഏദൻ തോട്ടവും മനുഷ്യവർഗത്തെയും ക്രിസ്തുവിനെയും എന്തിനേറെ പറയുന്നു, ദൈവിക പദ്ധതിയുടെ ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ അനാദികാലം മുതൽ മറഞ്ഞിരിക്കുന്ന ദൈവവ്യവസ്ഥയുടെ അളവറ്റ വലിപ്പങ്ങൾ മുഴുവൻ വെളിപ്പെടുത്തുവാനുള്ള ഈ ഭൂമിയെ കടൽ വിഴുങ്ങാതെ വണ്ണം ദൈവം ഇടയിൽ അതിരുവെച്ച ദൈവത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഞാനത് പറഞ്ഞത് മനസ്സിലായെന്ന് എനിക്കറിയില്ല. ഇന്ന് പകൽ ഭൂമിയെ കരയെ വിഴുങ്ങാതെ കരയ്ക്കും കടലിനുമിടയിൽ അതിരുവെച്ച ദൈവം, ദൈവത്തെ സേവിക്കുന്ന, ദൈവത്തെ പിൻപറ്റുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഓരോ ഭക്തന്മാർക്ക് ചുറ്റും അവൻ വേലി കെട്ടി സൂക്ഷിക്കുന്ന കർത്താവാണ്. ഇയ്യോബിന് ചുറ്റും, അവന്റെ കുടുംബത്തിന് ചുറ്റും, അവന്റെ വസ്തുവകൾക്ക് ചുറ്റും ദൈവം വേലി കെട്ടി പരിപാലിച്ചവനാണ്. നീ ചിന്തിക്കരുത് നിന്റെ മിടുക്കൊണ്ടാണ് കഴിഞ്ഞ വർഷം നടന്നതെന്ന്, നിന്റെ മിടുക്കൊണ്ടാണ് നീ വാഹനം ഓടിച്ചത് ചിന്തിക്കരുത്, നിന്റെ മിടുക്കൊണ്ടാണ് നിന്റെ ബിസിനസ് വർദ്ധിച്ചതെന്ന് ചിന്തിക്കരുത്. എൻ്റെ ദൈവത്തിന്റെ കരം നിന്റെ മേലുണ്ടായിരുന്നുകൊണ്ട്, എൻ്റെ ദൈവത്തിന്റെ ആ കരം നിന്റെ കുടുംബത്തിന് മേലുണ്ടായിരുന്നുകൊണ്ട് കുടുംബത്തെ തൊടാൻ പിശാചിന് സാധിച്ചില്ല. നിന്റെ ബിസിനസ്സിന്, നിന്റെ തലമുറകളുടെ പഠനത്തെ, നിന്റെ ഭാവിയെ തൊടാൻ പിശാചിനെ കഴിയാതിരിക്കാൻ കാരണം, അവൻ നിന്നെ വിഴുങ്ങാതിരിക്കാൻ കാരണം, അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടെന്ന് വിചാരിച്ച് ചുറ്റിക്കറങ്ങിയ പിശാചിന് നിന്നെ വിഴുങ്ങാൻ കഴിയാതെ പോയവ എൻ്റെ ദൈവം അതിരായി അവൻ മണലില് അവിടെ വെച്ചവർ ഇവിടെ അവന്റെ ദൂതന്മാരെ വെച്ചപോർത്ത് നമ്മിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നിന്റെ മേൽ ദൈവത്തിന്റെ മുദ്രയുണ്ട്. നീ ദൈവത്തിന്റെ ചിറകിന്റെ മറവിലാണ്. നീ അവന്റെ ആ ചിറകിന്റെ മറവിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന, ഭദ്രതയോട് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിത്വമാണ്. അതുകൊണ്ട് പിശാചിന് നിന്നെ തൊടാൻ കഴിഞ്ഞില്ല. പിശാചിന് 2014 നിന്നെ അവസാനിപ്പിക്കാൻ സാധിച്ചില്ല. നീ തൊട്ടവനെ ഇല്ലാതാക്കാൻ അവൻ ശ്രമിച്ചെങ്കിലോ എന്റെയോ അവന്റെ മടിവിൽ നിന്നെ സൂക്ഷിച്ചവനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അങ്ങനെ വെള്ളത്തിനും കരയ്ക്കുമിടയിൽ നിത്യപ്രമാണമായി മണലിനെ വെച്ചവൻ കരയ്ക്കകത്ത് അവന്റെ പദ്ധതി ആരംഭിച്ചു. നമ്മളത് കേട്ടതാണ്. അവിടെ അവൻ പുല്ല്, സസ്യങ്ങൾ, വൃക്ഷങ്ങൾ മുളച്ചു വരാൻ തുടങ്ങി. തൊട്ടടുത്ത ദിവസമാണ് ദൈവം വാഴുന്ന നക്ഷത്രത്തെ ഉണ്ടാക്കിയവ, വാഴുന്ന സൂര്യൻ ഉണ്ടാക്കിയവ, വാഴുന്ന ചന്ദ്രനെ ഉണ്ടാക്കിയവ. ചന്ദ്രന്റെ പ്രത്യേകത, ചന്ദ്രൻ സൂര്യന്റെ വെളിച്ചം പ്രതിബിംബിപ്പിക്കുന്നതാണ്. ചന്ദ്രൻ ഇരുട്ടത്ത് പ്രകാശിക്കുന്നതാണ്. നാം ജീവിക്കുന്ന ഈ യുഗത്തെ ബൈബിൾ പറയുന്നത് ഇരുളിന്റെ കാലഘട്ടം എന്നാണ്. ഈ ഇരുളിന്റെ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ പ്രകാശം അടിച്ച് ക്രിസ്തുവിന്റെ പ്രകാശത്തെ വെളിപ്പെടുത്തുവാൻ ദൈവം ഈ ഭൂമിയിൽ വെച്ച ദൈവസഭയ്ക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. നോക്കൂ, ദൈവസഭയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ദൈവത്തിന് സീസണുകൾ ഉണ്ടെന്നുള്ള കാര്യം അറിയാതിരിക്കരുത്. നീ ക്രിസ്തുവിൽ വളർന്നാൽ നിന്നിലൂടെ നീ ആയിരിക്കുന്ന പട്ടണത്തിൽ ക്രിസ്തുവിന്റെ സീസൺ വെളിപ്പെടുത്താനുണ്ട്. നീ ആയിരിക്കുന്ന പട്ടണത്തിൽ ദൈവം ഒരു കൊയ്ത്ത് വച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ചില എപ്പിസോഡുകൾക്ക് മുമ്പ് പറഞ്ഞത് ഉണർവ് ദൈവം വെച്ചിട്ടുണ്ട്. ഇസ്രായേൽ മക്കൾക്ക് ദൈവ സീസണുകൾ വെച്ചിരുന്നു. ദൈവസഭയ്ക്ക് ദൈവ സീസണുകൾ വെച്ചിട്ടുണ്ട്. നിനക്ക് ദൈവം സീസൺ വെച്ചിട്ടുണ്ട്. ക്രിസ്തു നിന്നിൽ വളരട്ടെ. സീസണുകൾ ഒന്നിനു പുറകെ ഒന്നായി നിന്നിൽ വെളിപ്പെട്ട് വരട്ടെ. അങ്ങനെ 4-ാം ദിവസം ദൈവം സൂര്യനെ, ചന്ദ്രനെ, നക്ഷത്രങ്ങൾ ഉണ്ടാക്കി. തുടർന്ന് ദൈവം വെള്ളത്തിനകത്ത്, സമുദ്രത്തിനകത്ത് ദൈവം മത്സ്യങ്ങളെ ഉണ്ടാക്കി. കർത്താവ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു നമ്മൾ പറയാറുണ്ട്. കൂട്ടത്തിൽ 2 മീനും കൂടെ ഉണ്ടായിരുന്നു. ആ അപ്പം ക്രിസ്തുവിന് മേളിലാണെങ്കിൽ ഈ മീനും ക്രിസ്തുവിന് മേളിലാണ്. അപ്പോൾ ക്രിസ്തുവിന് മേളിലായ അപ്പത്തെ ഗോതമ്പിൽ നിന്ന് ഉണ്ടാക്കുവാൻ അനുവദിച്ച ദൈവം ഇവിടെ 2 മത്സ്യത്തെ അവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ആ മത്സ്യം ക്രിസ്തുവിന് മേളിലാണ്. സസ്യജീവന്റെ പ്രത്യേകത അത് നിന്നിടത്ത് നിൽക്കുമ്പോൾ, മത്സ്യജീവന്റെ പ്രത്യേകത അത് വെള്ളത്തിനകത്ത് ഒഴുകി നടക്കുന്നതാണ്. അത് ചലിക്കാൻ പഠിച്ചു. ശ്രമിക്കുക, സാക്ഷാൽ ജീവൻ ക്രിസ്തുവിന്റെ ജീവനാണ്. പുത്രനുള്ളവന് ജീവനുണ്ട്. പുത്രനില്ലാത്തവന് ജീവനെ കാണുകയില്ല. പുത്രനിൽ വിശ്വസിക്കുന്നവന് ജീവനുണ്ട്. എനിക്ക് ജീവനുണ്ടോ? എനിക്ക് ജീവനുണ്ട്, എൻ്റെ ജീവനുണ്ട്. പക്ഷെ സാക്ഷാൽ ജീവൻ ക്രിസ്തുവാണ്. അപ്പോൾ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിലാണ് എനിക്ക് ജീവനുള്ളത് ബൈബിൾ അടിസ്ഥാനത്തിൽ. ബാക്കി ജീവനൊക്കെ ബാക്കി ജീവനല്ല, ജീവനിൽ നിന്ന് വന്ന ജീവന്റെ ആവിർഭാവങ്ങളാണ്. യഥാർത്ഥ ജീവൻ ക്രിസ്തുവാണ്. അപ്പോൾ ആ ക്രിസ്തുവിന്റെ സൃഷ്ടിയിൽപ്പെട്ട സസ്യ മേഖല അത് നിന്നിടത്ത് നിൽക്കുമ്പോൾ അപ്പുറത്ത് അടുത്ത ജീവൻ, അടുത്ത ഒന്നുകൂടെ ഉയർന്ന ജീവൻ, ആ ജീവന്റെ പ്രത്യേകത അത് ചലിക്കുന്ന ജീവനാണ്. ഭക്ഷണം വിട്ടുകൊടുത്താൽ അവനറിയാം, അത് വന്ന് കൊത്താനറിയാം. അത് വെള്ളത്തിൽ ജീവിക്കുന്ന, ഉപ്പിൽ ജീവിക്കുന്ന ജീവനാണവൻ. പക്ഷെ ഉപ്പ് അതിനകത്ത് കയറില്ല. ലോകം അതിനകത്ത് കയറാതെ സെൻസിൽ പ്രവർത്തിക്കാനായിട്ടുള്ള കഴിവുള്ള ജീവനാണ് മത്സ്യജീവൻ. ഇന്ന് പകൽ എന്നെ കേട്ടുകൊടുക്കുന്ന സഹോദരന്മാർ, ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുന്നതാണ് കർത്താവ്.
ആ ക്രിസ്തുവിന്റെ ജീവനെ കുറിച്ച് ഞാൻ പഠിച്ചു വരുന്നവ നോക്കൂ. ആ ജീവൻ ഉദിച്ചിരിക്കുന്ന സൂര്യനിലേക്ക് നോക്കിക്കൊണ്ട് നിന്നിടത്ത് നിന്ന് വളരുന്ന സസ്യജീവനായിട്ട് ആദ്യം വരുന്നു. എന്നാൽ എന്നും നിന്നിടത്ത് നിൽക്കുകയല്ല പരിപാടി. ആരോ കഴിഞ്ഞ ദിവസം പറഞ്ഞു കേട്ടു, യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചിട്ട് നിന്നിടത്ത് നിന്നോളാൻ. എവിടെയാ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത്? ബൈബിളിൽ പറഞ്ഞ് നിന്നിടത്ത് നിൽക്കാനല്ല, വേർപെട്ട് സത്യത്തിലും ആത്മാവിലും കർത്താവിനെ ആരാധിക്കാനാ. പിന്നെ നിന്നിടത്ത് എല്ലാം ഉണ്ടെങ്കിൽ പിന്നെ കർത്താവിനെ അന്വേഷിച്ചു വന്നേ. നിന്നിടത്ത് എല്ലാം ഉണ്ടെങ്കിൽ, നിന്നിടത്ത് നിന്ന് കത്തിയാൽ മതിയെങ്കിൽ പിന്നെ എന്തിനാ അവരെല്ലാം ഉപേക്ഷിച്ചു വന്നേ? അപ്പോസ്തലന്മാർ എന്തിനാ പീഡിപ്പിക്കപ്പെട്ടെ? അവരെന്തിനാ 13 കോടി രക്തസാക്ഷികൾ എന്തിനാ മരിച്ചേ? നിന്നിടത്ത് നിന്നുകൊണ്ട് അവിടുത്തെ ദൈവങ്ങളും കൂട്ടത്തിൽ യേശുവിനെ വിളിച്ചാൽ അവിടുത്തെ മധ്യസ്ഥന്മാരെയും അവിടുത്തെ വണക്കങ്ങളും അവിടുത്തെ തിരുവണക്കങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് കർത്താവിനെ വിളിച്ചിരുന്നെങ്കിൽ, നിന്നിടത്ത് നിന്ന് കത്താൻ പറ്റുമായിരുന്നെങ്കിൽ പിന്നെ എന്തിനവരൊക്കെ കൂടെ പുറത്തു വന്നു? അവിടെ നിന്ന് വളരാൻ തുടങ്ങിയതാണ് സസ്യജീവൻ. നീ നിന്നിടത്ത് നിന്നോ, അവിടെ നിന്ന് സസ്യജീവൻ പറ്റും, അവിടെ നിന്ന് പുല്ല് പറ്റും, അവിടെ നിന്ന് വൃക്ഷജീവൻ പറ്റും. അത് മുകളിലേക്ക് വളരും, പക്ഷെ അതിന് ചലിക്കാൻ പറ്റില്ല. ചലിക്കാൻ തുടങ്ങിയാൽ അത് അടുത്ത ജീവന്റെ ആവിർഭാവമായി മാറി. അത് ആഹാരമുള്ളിടത്തേക്ക് അന്വേഷിച്ചു പോകും. നിൽക്കുന്നിടത്ത് നിൽക്കുകയല്ല. എവിടെയാ ഭക്ഷണം? എവിടെയാ? ക്രിസ്തുവിനെ എവിടെ കിട്ടും? എവിടെയാണ് ക്രിസ്തുവിന്റെ ശരീരം? ക്രിസ്തുവിനെ വിഭാഗിക്കുന്ന എവിടെയാ? ക്രിസ്തു എവിടെയാ ഉള്ളത്? ഞാൻ തൻ്റെ അടുത്തൊരു കാര്യം പറയാം. എത്ര കൊച്ചു കൂരക്കകത്താണ് നീ താമസിക്കുന്നെങ്കിലും നീ ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ തുടങ്ങിയാൽ, ക്രിസ്തുവിന്റെ വെളിപ്പാടുകൾ പറയാൻ തുടങ്ങിയാൽ, ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് പ്രസംഗിക്കാൻ തുടങ്ങിയാൽ നിന്നെ തേടി ജനം ഒഴുകി വരും. കാരണം ഇവിടുത്തെ മനുഷ്യവർഗം അവർ അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, ദൈവത്തിന്റെ വചനം കേൾക്കാൻ വിശന്ന് പൊരുവര് കൂട്ടം കിടക്കുക. കള്ളപ്രവാചകന്മാരെ കൊണ്ടും രോഗശാന്തി തട്ടിപ്പ് വീരന്മാരെ കൊണ്ടും കേരളക്കാരെ നിറഞ്ഞു നിൽക്കുമ്പോൾ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന ആരുണ്ട്? 2014 എന്ന വർഷം നമ്മെ വിട്ട് കടന്നു പോകുമ്പോൾ, പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, നമുക്ക് ഒരുമിച്ച് തന്റെ ഇടത്തോടെ തീരുമാനിക്കാം. ഞങ്ങൾ സുവിശേഷത്തെ വിൽക്കുന്നവരല്ല, സുവിശേഷ നിമിത്തം ധൈര്യത്തോടെ വിൽക്കുന്ന വർഷമായി അടുത്ത വർഷം മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ അടുത്ത വർഷത്തിലേക്ക് പ്രവേശിക്കാം. സസ്യജീവൻ നിൽക്കുന്നിടത്ത് നിൽക്കും. മത്സ്യജീവൻ അത് ഭക്ഷണത്തോടത്തേക്ക് അന്വേഷിച്ച് പോകും. അതിനകത്തേക്ക് കടലിലെ ഉപ്പ് കയറുകയല്ല, പതുക്കെ ലോകം അകത്ത് കയറാത്തതായി മാറി മത്സ്യജീവൻ. അടുത്തത് ഉണ്ടാക്കിയത് പറവജീവനിയാ. എന്താ പറവജീവന്റെ പ്രത്യേകത? അവരകത്ത് ഏറ്റവും ശക്തിയുള്ള ജീവൻ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, കഴുകനാണ്. കഴുകൻ അത് ഒഴുക്കിനനുസരിച്ച് ഒഴുകുന്ന പറക്കുന്ന സസ്യം മാത്രമല്ല, മത്സ്യം ഒഴുക്കിനനുസരിച്ച് ഒഴുകും. എന്നാൽ കഴുകന്റെ പ്രത്യേകത, കഴുകൻ പറക്കുമെങ്കിലും പെട്ടെന്ന് മുകളിലേക്ക് കുതിച്ചു കയറും. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് അവർ പറന്നുയരുന്നവരാണ്. മത്സ്യം അത് വെള്ളത്തിൽ മാത്രം കിടക്കുമെങ്കിൽ കഴുകന്റെ പ്രത്യേകത, അതിന് എത്തുവാനുള്ള സ്ഥലത്തിന് പരിമിതിയില്ല, അവന് കീഴടങ്ങാൻ പറ്റാത്ത ഒന്നുമില്ല. ഞാൻ എന്തേ പറഞ്ഞേ? നിന്റെ അകത്ത് ക്രിസ്തു വളരാൻ തുടങ്ങിയാൽ, യേശു അകത്ത് വെളിച്ചമായി വന്നാൽ നിന്റെ അകത്ത് പതുക്കെ നിന്നിടത്തൊന്ന് വളരാൻ തുടങ്ങും. അല്പം കഴിയുമ്പോൾ നീതിസൂനായി ക്രിസ്തുവിനെ മേൽ വരാൻ തുടങ്ങും. അപ്പോൾ നീ ക്രിസ്തുവിനെ അന്വേഷിച്ചു പോകാൻ തുടങ്ങും. നിന്നിൽ ക്രിസ്തു വാഴാൻ തുടങ്ങും. അടുത്ത ഘട്ടം നീ ക്രിസ്തുവിനാൽ കുതിച്ചുയരാൻ തുടങ്ങും. നിന്നെ ഒതുക്കി വെക്കാൻ പറ്റില്ല. നിന്റെ അകത്ത് ശക്തി വ്യാപരിക്കും. നീ ദൈവത്തെ അന്വേഷിക്കും. ദൈവത്തെ അന്വേഷിക്കുന്നതിന് അടുക്കിലേക്ക് പരിശുദ്ധാത്മാവ് നിന്നെ പറഞ്ഞയക്കും. ഒന്നിനും നിന്നെ ഒതുക്കി വയ്ക്കാൻ പറ്റില്ല. കഴുകനെ പോലെ നീ ചിറകടിച്ച് പറന്നുയരും. ഒടുവിൽ പറവജീവനകലപ്പുറം കർത്താവ് യഹോവ ഭൂമിയിൽ കാട്ടുമൃഗങ്ങളെ, ഭൂചര ജന്തുക്കളെ ഉണ്ടാക്കി. അവിടെ 3 വിഭാഗം കാണാം. അവനകത്ത് മൃഗങ്ങളിൽ ഏറ്റവും ഉയർന്നിരിക്കുന്ന മൃഗങ്ങളാണ് സിംഹം. ആ സിംഹം നമ്മുടെ കർത്താവിന് മേലാണ്. നമ്മുടെ കർത്താവ് അവൻ യഹൂദ ഗോത്രത്തിലെ ബാലസിംഹമാണെന്ന് മൂപ്പന്മാരൊരുത്തൻ പറയുന്നത് യോഹന്നാൻ കേട്ടു. അപ്പോൾ നമ്മുടെ കർത്താവ് യഹൂദ ഗോത്രത്തിലെ ബാലസിംഹമാണ്. യോഹന്നാൻ ശ്രാവകൻ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അപ്പൊ നമ്മുടെ കർത്താവ് കുഞ്ഞാടാണ്. മർക്കോസ് സുവിശേഷം വായിക്കുമ്പോൾ ചുമട് ചുമക്കുന്ന ബാസിനെ പോലെ കാളയ്ക്ക് തത്തുല്യമായി എന്റെ കർത്താവിനെ വെളിപ്പെട്ട് കിട്ടുന്ന പുസ്തകമാണ് മർക്കോസിന്റെ സുവിശേഷം. അപ്പൊ ഈ മൃഗങ്ങളൊക്കെ ക്രിസ്തുവിന് മേലായി നിൽക്കുന്നു, ക്രിസ്തുവിന്റെ ജീവന് മേലായി നിൽക്കുന്നു. ശ്രമിക്കുന്ന മൃഗങ്ങൾ സസ്യജീവനിൽ ആരംഭിച്ച് മത്സ്യജീവനിലേക്ക് ചെന്ന് പറവജീവനിലേക്ക് ചെന്ന് ഒടുവിൽ ഇപ്പോൾ അത് മൃഗജീവനിലെത്തി നിൽക്കുന്നു. സിംഹത്തിന്റെ പ്രത്യേകത, യഹൂദ ബാലസിംഹം അവൻ ഇര പിടിച്ചു കയറിയിരിക്കുന്നു. അവന്റെ കൈ ശത്രുവിന്റെ കഴുത്തിലിരിക്കും. നമ്മുടെ കർത്താവിന്റെ പ്രത്യേകത പറഞ്ഞു വരുന്നത്,
അപ്പോൾ യേശുവിൻ്റെ ജീവൻ അകത്ത് വർദ്ധിക്കും തോറും പിശാചിനെ പേടിച്ച് ഓടുന്നല്ല. ചെത്തിപ്പൂ കണ്ടാൽ, ഒട്ടത്തോട് കണ്ടാൽ, തകിട് കണ്ടാൽ, മുല്ലപ്പൂ കണ്ടാൽ വിശ്വാസികൾക്ക് വെപ്രാളായി. പിശാചിൻ്റെ പോരാട്ടം പറഞ്ഞാൽ ഭയങ്കര ആരാധനയാണ്. ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞാൽ ആരാധിക്കാൻ പറ്റുകയില്ല. പോരാട്ടം. ചില പ്രവാചകന്മാരുണ്ട്, വീട്ടിൽ കയറ്റേക്കരുത്. പോരാട്ടം എവിടെ പോയിക്കാലും പോരാട്ടം. അവർ കണ്ണടച്ച ഉടൻ തന്നെ ഈ പോരാട്ടേ കാണൂ. അവരെ കയറ്റാനും അവരെ പൊക്കിക്കൊണ്ട് നടക്കാനും കുറേ ആൾക്കാരും ഉണ്ട്. ക്രിസ്തുവിനെ കാണില്ല. ഇവർ കണ്ണടച്ചാൽ ക്രിസ്തുവിനെ കാണില്ല. എടാ, എന്തെങ്കിലും പോരാട്ടമോ വീട്ടിലുണ്ടെങ്കിൽ സമ്മതിച്ചു ഞാൻ, പോരാട്ടം ഉണ്ടെങ്കിൽ നിന്റെ അകത്തുള്ളത് ക്രിസ്തുവാണെങ്കിൽ നീ ശാസിച്ചാൽ അത് പോകണ്ടേ? ഇല്ല, നിന്റെ അകത്തുള്ള ക്രിസ്തുവിനെ എന്നാ ക്രിസ്തുവാ. അതുകൊണ്ട് ഈ ജനത്തെ ഇട്ട് പൊട്ട കളിപ്പിക്കല്ലേ. അതുകൊണ്ട് ജനത്തോട് ധൈര്യത്തോടെ പറയാം, ക്രിസ്തു നിന്റെ അകത്തുണ്ട്, ക്രിസ്തു എൻ്റെ അകത്തുണ്ട്. ഒരു പോരാട്ടം ഫലിക്കുകയല്ല എൻ്റെ പൊന്നുമക്കളും. ഈ ബീച്ചിൽ ഞങ്ങൾ താമസിച്ചപ്പം, വേലങ്കുടി ഞങ്ങൾ താമസിച്ചപ്പം, ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു വീട്ടുകാരുണ്ട്. അവർ ഞങ്ങളുടെ വീടിൻ്റെ വലതുവശത്ത് താമസിക്കുന്ന വീട്ടുകാർ അങ്ങേ ഭാഗത്ത് താമസിക്കുന്ന വീട്ടുകാർക്കെതിരെ മന്ത്രവാദം ചെയ്യുക. അപ്പം മന്ത്രവാദം ചെയ്യുമ്പോൾ ഞങ്ങളുടെ പറമ്പിൽ കൂടെ കയറിപ്പോയാൽ അവർക്ക് അപ്പുറത്തെ വീട്ടിലെത്താം. മന്ത്രവാദം ചെയ്ത മന്ത്രവാദി ഈ മന്ത്രം ചെയ്ത കുടവുമായിട്ട് അവരെ വീട്ടിൽ പോവാം, കുഴിച്ചിടാൻ വേണ്ടി പോവാം. പേരൊന്നും ഞാൻ പറയില്ല. എൻ്റെ അമ്മയോട് ചോദിച്ചാൽ ഇപ്പോഴും പറയാം, എൻ്റെ അമ്മ ഇപ്പോഴും ജീവനോടെ ഉണ്ട്. ഞങ്ങളെങ്ങനെ അറിഞ്ഞെന്ന് ചോദിച്ചാൽ അമ്മയോട് അവർ പറഞ്ഞു, മന്ത്രവാദി ഈ മന്ത്രം ചെയ്ത കുടവുമായിട്ട് ഞങ്ങളുടെ വീടിൻ്റെ പറമ്പിൻ്റെ അതിരിലെത്തിയപ്പോൾ മന്ത്രവാദി പറഞ്ഞു, ഈ പറമ്പിൽ ചവിട്ടാൻ എന്നെ കൊണ്ട് പറ്റില്ല, ഈ പറമ്പിന് ചുറ്റും തീ കത്തുന്നുണ്ട്. നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ശ്രമിച്ചേ, എന്താ അതിൻ്റെ അർത്ഥം? ഞങ്ങളത് താമസിക്കുന്ന മലയംകൊള്ളിയില്ല, ഭക്ഷണിക്കാൻ വകുപ്പില്ല, അപ്പനെ സുവിശേഷത്തെ വീട്ടിൽ ഇറക്കി വിടണം, 3 നേരം മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാനില്ല. ഞങ്ങൾ മലയന്മാരുടെ കഞ്ഞിവെള്ളം കുടിച്ച് ജീവിക്കുക, പശുവിന് കൊണ്ടുവരുന്ന കഞ്ഞിവെള്ളം കുടിച്ച് ജീവിക്കുന്ന കാലഘട്ടം. ശ്രമിക്കുമല്ലോ നിങ്ങൾ. പക്ഷേ എൻ്റെ അപ്പനും അമ്മയും ആരാധിച്ചിരുന്ന കർത്താവിൻ്റെ ശക്തിയുള്ള മഹത്വകരമേറിയ അവൻ്റെ ശക്തി, അവൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ പറമ്പിന് ചുറ്റും തീമവിലായി നിൽക്കുന്നുണ്ടായിരുന്നു. മന്ത്രവാദി കയറാൻ പറ്റിയില്ലെന്നോ, മന്ത്രവാദി ഈ വഴി കൂടെ കിടക്കാൻ പറ്റില്ല, ഇത് പൊള്ളും, തീ കത്തുന്നുണ്ടെന്ന് പറഞ്ഞു. ഒടുവിൽ അവർ വഴി കൂടെ വട്ടം കറങ്ങിക്കൊണ്ട് അവിടെ കൊണ്ട് കുഴിച്ചിട്ടു. ആ വീട്ടുകാർ ലാസ്റ്റ് എൻ്റെ അമ്മയോട് ചോദിച്ചു, എന്താ നിങ്ങളുടെ പറമ്പിൻ്റെ ചുറ്റൊരു സൂത്രമുണ്ട്, തീ കത്തുന്നുണ്ടെന്ന് മന്ത്രവാദി പറഞ്ഞല്ലോ, എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, ഞങ്ങൾ തീ കത്തിക്കുന്നൊന്നുമല്ല, ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം തന്റെ ഭക്തന്മാർക്ക് ചുറ്റും വേലി കെട്ടി സൂക്ഷിക്കുന്നവനാണ്. അല്പം മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, അവൻ മണലിനെ നിത്യപ്രമാണമാക്കി. മന്ത്രവാദിക്ക് പിന്നെ വീട്ടിൽ കാലുകുത്താൻ പറ്റില്ലമ്മ. അത്ര ശക്തിയുള്ള കർത്താവിനെ ഈ ആരാധിക്കുന്നത്. ഇതിന്റെ വല്ല മഹത്വം ഇന്നത്തെ തലമുറയ്ക്കറിയോ? ഇന്നത്തെ തലമുറ ആടുകയും പാടുകയും ചാടുകയും ചെയ്ത് നോക്കൂ. ആട്ടത്തിനും ചാട്ടത്തിനും പുറകെ മാത്രം മടക്കല്ലേ. പിതാക്കന്മാരുടെ അകത്ത് അവർ കഷ്ടമയ്ക്കകത്തും വീരതയോടെ നിൽക്കുന്നവരായിരുന്നു. മന്ത്രവാദി വീട്ടിൽ കാലുകുത്തില്ലമ്മ. അത്ര ബലമായിരുന്നു അവരുടെ അകത്ത്. ഞാൻ എൻ്റെ പിതാവിനോർത്ത് സ്തോത്രം ചെയ്യുന്നു, എൻ്റെ മാതാവിനോർത്ത് സ്തോത്രം ചെയ്തു. അവരെ നടത്തിയ അന്നത്തെ ദൈവസഭയുടെ മുകളിൽ നിൽക്കുന്ന അപ്പച്ചന്മാരോർത്ത് സ്തോത്രം ചെയ്യുന്നു. അവരുടെ അകത്ത് വീര്യമുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പറയുന്ന ക്രിസ്തുവിനെ അവർ കേട്ടിട്ടില്ലായിരിക്കാം, അവർ പ്രസംഗിച്ചിട്ടില്ലായിരിക്കാം. പക്ഷേ അവർ കണ്ട അവർ അനുഭവിച്ച വീര്യമുണ്ട്, അവരനുഭവിച്ച ശക്തിയുണ്ട്. അവനെ നിങ്ങൾ ചെറുതായി കാണരുത്. എൻ്റെ കർത്താവ് സർവ്വശക്തിയുള്ള കർത്താവാണ്. അത് ഗ്രഹിക്കാൻ അകക്കണ്ണ് തുറക്കുന്നവർക്കായി സ്തോത്രം. ഞാൻ എന്താ പറഞ്ഞു വന്നത്? പിശാച് നിന്നെ തൊടില്ലെന്നായി പറഞ്ഞു വന്നത്. ഇന്ന് പകല ബോധകത്ത് കൊണ്ടുപോകാം. 2015 വർഷത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുവാനായി ചില ദിവസങ്ങൾ മാത്രം മുമ്പ് നിൽക്കുമ്പോൾ കഴിഞ്ഞൊരു വർഷം എന്തെങ്കിലും ചില പോരാട്ടങ്ങളൊക്കെ വന്നിരിക്കാം, വരില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. വരുന്ന കാര്യം എന്താണെന്നറിയാമോ? ഇയ്യോബ് ഭയപ്പെട്ടത് അവന് ഭവിച്ചു. നീ പേടിച്ചാ വരും. നീ ധൈര്യത്തോടെ വിശ്വാസത്തോടെ പറ. കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ, നെഗറ്റീവാണ് നീ ചിന്തിക്കുന്നെങ്കിൽ, അയ്യോ എൻ്റെ വണ്ടി ഇടിക്കുവോ, പിന്നെ ഇടിച്ചില്ലേ അത്ഭുതമുള്ളൂ, പിശാച് എന്നെ തകർക്കുവോ, തകർത്തില്ലേ അത്ഭുതമുള്ളൂ. എന്നാൽ ഇന്ന് പകൽ ഈ ധൈര്യത്തോടെ ഉറപ്പ്, പിശാചേ നിനക്കെൻ്റെ മേൽ അധികാരമില്ല, നിനക്കെൻ്റെ മേൽ അവകാശമില്ല. ഈ ലോകത്തിന്റെ പ്രഭുവിന് എൻ്റെ മേൽ അധികാരമില്ല. കാരണം അവനുള്ളത് ഒന്നും എന്നിലില്ല. കർത്താവ് പറഞ്ഞ വാക്കാ ഞാൻ പറഞ്ഞപ്പോ. അതുകൊണ്ട് ഇന്ന് പകൽ ധൈര്യത്തോടെ ഞാൻ ക്രിസ്തുവിൻ്റെ അകത്താണ്, എന്നെ തൊടാൻ പറ്റില്ല. 2015 പിശാച് നീ കണ്ടോ, ഞാൻ കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നു തീരോ, ഞാൻ സിംഹത്തെ പോലെ ഞാൻ ശത്രുവിൻ്റെ കഴുത്തെ പിടിക്കോ. ജയം എൻ്റെ കൈവശമാണ്. എന്നെ പരാജയപ്പെടുകയല്ല, ഞാൻ പരാജയപ്പെട്ടെടുത്ത് 15 എനിക്ക് ജയഗീതമായി മാറുകയാണ്. ജയത്തിൻ്റെ ആർത്തട്ടഹസിക്കുന്ന ജയത്തിൻ്റെ ആരവം എൻ്റെ കുടുംബത്തിൽ നിന്ന് മുഴങ്ങുകയാണ്. നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഘോഷമുണ്ട്. എൻ്റെ കൂടാരം ആർപ്പിൻ്റെ കൂടാരമായി മാറാൻ പോവുകയാണ്.
എൻ്റെ കൂടാരം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട കൂടാരമായി മാറാൻ പോവുകയാണ്. 2015 ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ദൈവിക അനുഗ്രഹങ്ങളുടെ അനുഭവങ്ങൾ അനുഭവിക്കുന്ന വർഷമായി പരിശുദ്ധാത്മാവ് വാർത്തെടുക്കട്ടെ. ഞാൻ അവനായി നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കും പ്രതികൂലങ്ങൾക്കും പ്രയാസങ്ങൾക്കും അടിമപ്പെട്ട് കുഴഞ്ഞുകൊണ്ടിരുന്ന 14നേക്കാൾ എന്തിന്റെ മുകളിലൂടെ ജയത്തോടെ മടക്കുന്ന വർഷമായി അടുത്ത വർഷത്തെ കർത്താവ് വാർത്തെടുക്കട്ടെ. അതിനുവേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ മൃഗജീവനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്. അതിനപ്പുറം കർത്താവ് 1:26 നമ്മൾ പറഞ്ഞു, അനന്തരം ദൈവം തൻ്റെ സ്വരൂപത്തിൽ തൻ്റെ സാദൃശ്യപ്രകാരം മനുഷ്യനെ സൃഷ്ടിച്ചു. 26 പറഞ്ഞു തൻ്റെ സ്വരൂപത്തിൽ തൻ്റെ സാദൃശ്യപ്രകാരം. 27 വന്നു തൻ്റെ സ്വരൂപപ്രകാരം ഉണ്ടാക്കി. സാദൃശ്യം അവിടെ പോയി. സാദൃശ്യം കിടക്കുന്നത് റോമാലേഖനം 8-ാം അധ്യായത്തിലാണ്. അവിടെ പറയുന്നുണ്ട്, അവൻ തൻ്റെ പുത്രനെ അനേകം സഹോദരന്മാരുടെ ആദിയാവനാകേണ്ടവന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചു വച്ചിരിക്കുന്നു. അപ്പൊ രക്ഷിക്കപ്പെട്ട സകലരും ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടാൻ ദൈവത്താൽ മുൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. സ്വരൂപം നിന്റെ അകത്ത് വന്നതാണ്, സാദൃശ്യം നിന്റെ പുറത്തു വരുന്നതാണ്. അർത്ഥാൽ ക്രിസ്തുവിന്റെ സ്വരൂപം ഈ ഭൂമിയിൽ വെക്കേണ്ടവന് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചവനായ. സ്തോത്രം. നോക്ക് ഒന്നുകൂടി ഞാൻ പറഞ്ഞ മനസ്സിലാവും. നമ്മുടെ വീട്ടിലെ ഈ സഹോദരിമാരെ കയ്യുറ ഉപയോഗിക്കാറുണ്ട്. കയ്യുറ അല്ലെങ്കിൽ കോൺക്രീറ്റ് പണിക്ക് ഉപയോഗിക്കുന്നവർ ഗ്ലൗസ് ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ ഡോക്ടർമാർ ഗ്ലൗസ് ഉപയോഗിക്കാറുണ്ട്. ഗ്ലൗസ് അല്ലെങ്കിൽ ഒരു കയ്യുറയായി മാത്രം എന്നാൽ അവന് യാതൊരു പ്രയോജനവും ഇല്ല. എന്നാൽ അതിൻ്റെ ഉൽപാദനത്തിൻ്റെ മഹിമ വെളിപ്പെടുന്നത് ആ കയ്യുറയ്ക്കകത്തേക്ക് എന്ന് ഒരു കൈ കയറി ചെല്ലുന്നുവോ അന്നാണ് അതിൻ്റെ ഉൽപാദനത്തിൻ്റെ മഹത്വം പുറത്തു വരുന്നത്. കൈയില്ലാത്ത കയ്യുറ എന്തിനു കൊള്ളാം? എപ്പോഴാണ് കയ്യുറയുടെ മഹത്വം പുറത്തു വരുന്നത്? കൈ അകത്തു കയറുമ്പോഴാണ് കയ്യുറയുടെ മഹത്വം പുറത്തു വരുന്നത്. ഇതുപോലെ സഹോദരന്മാരെ, എന്നെ കേൾക്കുന്ന വ്യക്തിത്വങ്ങളെ, നിങ്ങൾ എപ്പോഴാണ് പെർഫെക്റ്റായി മാറുന്നത്? നിങ്ങൾ എപ്പോഴാണ് നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതത്തിന്റെ പൂർണ്ണവിലേക്ക് എത്തുന്നത്? നിങ്ങളുടെ അകത്ത് സാക്ഷാൽ കൈയായ എൻ്റെ കർത്താവ് കയറുമ്പോഴല്ലേ ആ കർത്താവല്ലേ നിങ്ങളുടെ ആത്മാവിൽ വരുന്നത്? അപ്പോഴല്ലേ നിങ്ങൾ തികഞ്ഞവരാകുന്നത്? ആ സാക്ഷാൽ കൈയായ ക്രിസ്തുവിന്റെ സ്വരൂപം നിങ്ങളുടെ അകത്ത് കയറി, നിങ്ങളുടെ ആത്മാവിൽ കയറി, നിങ്ങളുടെ ദേഹിയിലൂടെ നിങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടണം. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടണവന് യേശുവിൻ്റെ മരണം എപ്പോഴും ഞങ്ങൾ ഞങ്ങളുടെ ശരീരത്തിൽ വഹിക്കുകയാണ്. അടുത്താൽ യേശുവിൻ്റെ ജീവൻ എവിടെ വെളിപ്പെടണം? എൻ്റെ ശരീരത്തിൽ വെളിപ്പെടണം. അത് എവിടെ വന്നു? എൻ്റെ ആത്മാവിൽ വന്നു. എങ്ങനെ വന്നു? ആത്മാവിൽ ജീവിപ്പിക്കുന്ന ആത്മാവായി വന്നു. അതെങ്ങനെ എന്നിൽ ആവിർഭവിക്കപ്പെട്ടു? എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ വികാരത്തിൽ, എൻ്റെ വിചിന്തനത്തിൽ എൻ്റെ യേശുവിൻ്റെ സ്വഭാവം, അവൻ്റെ ജീവൻ ഘട്ടം ഘട്ടമായി എന്നെ കീഴടക്കാൻ തുടങ്ങി. ഒടുവിൽ എന്ത് സംഭവിച്ചു? ഒടുവിൽ ആ ക്രിസ്തുവിൻ്റെ സ്വരൂപത്തിലേക്ക് ആ ജീവൻ എന്നെ പണിപെടുക്കുകയാണ്. അതിനുവേണ്ടി ഏദൻ തോട്ടത്തിൽ ജീവന്റെ വൃക്ഷവും നട്ടുവെച്ചു. ആ ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിച്ചാൽ നിനക്ക് അവൻ്റെ ജീവനാൽ നിറയപ്പെടാം. എന്നാൽ പാപത്താൽ അതിൽ നിന്ന് മനുഷ്യവർഗം തട്ടി താഴെ വീഴപ്പെട്ടപ്പോൾ എൻ്റെ ദൈവം പദ്ധതി അവസാനിപ്പിച്ചില്ല. ഒടുവിൽ എൻ്റെ കർത്താവ് ഈ ഭൂമിയിൽ വന്ന് അവൻ പറഞ്ഞു, ഞാൻ തന്നെ സാക്ഷാൽ വഴിയും സത്യവും ജീവനുമാകുന്നു. ഏദൻ തോട്ടത്തിലെ ജീവന്റെ വൃക്ഷത്തെ മനുഷ്യൻ പാപത്താൽ തള്ളിക്കളഞ്ഞെങ്കിൽ എൻ്റെ കർത്താവ് ജീവനായ അവനെ നമുക്ക് നൽകേണ്ടവന് അവൻ കാൽവരിയിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു. ആ യേശു ജീവനായി ഇന്ന് പകൽ വചനത്തിലൂടെ നിന്റെ അകത്തേക്ക് വരികയാണ്. കർത്താവ് പറഞ്ഞില്ലേ, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ജീവനാണ്, അത് ആത്മാവാണ്. ആകിയാൽ ഏദൻ തോട്ടത്തിൽ വെച്ച ജീവന്റെ വൃക്ഷം അന്ന് ആദാമിനെ നഷ്ടപ്പെട്ടെങ്കിൽ ഇന്ന് പകൽ നിനക്കത് തിരിച്ചു കിട്ടുകയാണ്. എത്ര മഹത്വകരമാണ് ദൈവത്തിന്റെ പദ്ധതികൾ. ആ യേശുവിന്റെ ജീവൻ നിന്റെ അകത്ത് നിറഞ്ഞാൽ നിന്നെ കർത്താവ് ഈ ഭൂമിയിൽ തികഞ്ഞവനാക്കി നിർത്തുകയാണ്. ക്രിസ്തുവിൽ ഒരു തികഞ്ഞ ജീവിതമുണ്ട്. പൗലോസ് പറഞ്ഞു, അതുകൊണ്ട് ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ആ ക്രിസ്തുവിനാൽ അറിയപ്പെട്ട് ക്രിസ്തു കേന്ദ്രീകൃതമായി ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിനാലുള്ള ഒരു ജീവിതം കർത്താവ് നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നു. നിനക്ക് അതിന് താല്പര്യമുണ്ടോ? ആ ജീവിതത്തിൽ പരാജയമില്ല, ആ ജീവിതത്തിൽ ദുഃഖങ്ങളില്ല, ആ ജീവിതത്തിൽ നീ ഒരു ജയാളിയാണ്. ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാണ് ആ ജീവിതം. സമൃദ്ധിയുള്ള ജീവിതമാണ് ആ ജീവിതം. അതിനകത്ത് കൃതാർത്ഥതയുണ്ട്, അതിനകത്ത് ഐശ്വര്യമുണ്ട്, അതിനകത്ത് രോഗസൗഖ്യമുണ്ട്, അതിനകത്ത് ദിവ്യ ആരോഗ്യമുണ്ട്. അതനുഭവിപ്പാൻ കർത്താവ് നിങ്ങളെ ഈ വർഷത്തിൻ്റെ സമാപന ആഴ്ചയിൽ നിങ്ങളെ മാടി വിളിക്കുന്നു. താല്പര്യമുണ്ടോ? ക്രിസ്തുവിൽ ഒരു ജയജീവിതമുണ്ട്. 2014 പരാജയങ്ങൾ നമുക്ക് മറക്കാം. ഒരു വിജയത്തിനുള്ള തയ്യാറെടുപ്പോടെ, ഉറപ്പോടെ ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിച്ച് പുതുവർഷത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സന്ദർഭത്തിനായി സ്തോത്രം. ഒരു വർഷം കൂടെ ഞങ്ങളിവിടെ കടന്നു പോവുകയാണ്. കഴിഞ്ഞ വർഷം മുഴുവൻ കർത്താവ് ഞങ്ങളെ സൂക്ഷിച്ചല്ലോ, സഹായിച്ചല്ലോ, പരിപാലിച്ചല്ലോ. എല്ലാറ്റിനും ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ,
പ്രത്യേകിച്ച് ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തു കേന്ദ്രീയമായി ഒരു വളർച്ച കർത്താവ് ഞങ്ങളുടെ അകത്ത് നൽകിയാൽ കഴിഞ്ഞ വർഷം മുഴുവൻ ഞങ്ങളെ സൂക്ഷിച്ചല്ലോ. എല്ലാറ്റിനും ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ, കർത്താവ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് പുതുവർഷത്തിലേക്ക് ഞങ്ങളുടെ മക്കൾ പ്രവേശിക്കുമ്പോൾ ആവശ്യമായ സകല നന്മകളും ആവശ്യമായ സകല അനുഗ്രഹങ്ങളും സ്വർഗ്ഗവരുടെ മേൽ പകരമേ കർത്താവ്. ചരിത്രത്തിൽ 2015 ഇവരുടെ ജീവിതത്തിൽ ഇതുവരെ ഇവർ അനുഭവിക്കാത്ത ദൈവിക അനുഗ്രഹങ്ങളും ക്രിസ്തുവിനെ ആസ്വദിക്കുന്ന, ക്രിസ്തുവിനെ അനുഭവിക്കുന്ന വർഷമായി ഈ വർഷം മാറട്ടെ കർത്താവ്. ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവരുടെ കടഭാരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇവരുടെ ഞെരുക്കങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അടയപ്പെട്ട വാതിലുകൾ തുറന്നു വേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ്. തൃക്കരം അങ്ങനെ അനുകൂലമാക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഇവർ ചരിത്രത്തിൽ അത്ഭുതമായി മാറട്ടെ കർത്താവേ. മഹത്വം ഞാൻ അർപ്പിക്കുന്ന പ്രാർത്ഥനയായി സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമീൻ. പ്രാർത്ഥനയ്ക്കും കൗൺസിലിങ്ങൾക്കുമായിട്ട് താഴെ കാണുന്ന നമ്പറുകളിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക. ഏതു നേരത്തും നിങ്ങളെ സഹായിപ്പാൻ ഞങ്ങൾ സന്നദ്ധരാണ്. പുതിയ നിയമ വെളിപ്പാട് കർത്താവിനെ ആരാധിപ്പാൻ എല്ലാ ഞായറാഴ്ചയും ദൈവാത്മാവിനാൽ ഞങ്ങൾ സാവകാശം ഒരുക്കിയിരിക്കുന്നു. ഞായറാഴ്ച രാവിലെ 7:30 മണി മുതൽ 10:15 വരെ തൃശ്ശൂർ റൗണ്ടിലുള്ള പെരിഞ്ചേരി ബിൽഡിങ്ങിൽ വെച്ചും 9:30 മണി മുതൽ 12 വരെ തൃശ്ശൂർ കുന്നംകുളത്തുള്ള വിക്ടോറിയ ടൂറിസ്റ്റ് ഹോമിൽ വെച്ച് ആരാധനയും വിടുതൽ ശുശ്രൂഷയും നടത്തപ്പെടുന്നു. ഏവരെയും ഞങ്ങൾ കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ആത്മീയ അനുഭവങ്ങൾ അനുഭവിക്കാൻ കടന്നു വരിക. കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. പുതിയ നിയമത്തിൻ്റെ വെളിപ്പാട് ലോകരാജ്യങ്ങൾ എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചു വരുന്ന ഈ മീഡിയ മിനിസ്ട്രിയിൽ പങ്കാളികളാകുവാൻ നിങ്ങൾക്ക് സാവകാശമുണ്ട്. ഏറിയ ചെലവുകൾ ഇതിൻ്റെ പുറകിലുണ്ട്. സാമ്പത്തികമായിട്ട് സഹായിപ്പാൻ താല്പര്യമുള്ളവർക്ക് അതിനുള്ള സാവകാശമുണ്ട്. താഴെ കാണുന്ന നമ്പറുകളിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അവനായിട്ട് സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥത്തോടെ പ്രാർത്ഥിക്കുന്നു. ഈ വരുന്ന 31-ാം തീയതി ഞാൻ ആദ്യമേ ഓർപ്പിച്ച പോലെ നെല്ലിക്കുന്നുള്ള രവിവർമ്മ മന്ദിരത്തിൽ വെച്ച് പുതുവർഷ അനുഗ്രഹ പ്രാർത്ഥനയും ആരാധനയും വചനശുശ്രൂഷയും നടത്തപ്പെടും. ഞാൻ അവിടെ ഉണ്ടാകും. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിങ്ങളേവരെയും കർത്താവ് സ്വാഗതം ചെയ്യുന്നു. വീണ്ടും കാണുമ്പോൾ കർത്താവിൻ്റെ ചിറകിൻ്റെ മരണം നമ്മെ മറക്കട്ടെ. ഗോഡ് ബ്ലസ് യു.